പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 15 ചെറായി ഡിസ്പെൻസറി ഫ്രീഡം സ്ക്വയറിൽ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. ഓഗസ്റ്റ് 14 രാത്രി 12 സ്വാതന്ത്ര്യദിന ദീപം തെളിയിച്ചു. 15 രാവിലെ 9:30 MJ ടോമി പതാക ഉയർത്തൽ ചടങ്ങും മഹാത്മജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ശിവൻ കളപ്പുരക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CR സുനിൽ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം ഉദ്ഘാടനം നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ ജോസഫ് പനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി MJ ടോമി തുടങ്ങി നിരവധി പ്രമുഖർ ആശംസാ പ്രസംഗം നടത്തി. ചടങ്ങിൽ ഡോക്ടർ ശ്രീലക്ഷ്മി, അമൃത കൃഷ്ണൻ, വർണ്ണ KB, ആവണി അരുൺ, മികച്ച കർഷകൻ ഔസേബ് പൗലോസ്, മികച്ച അക്വാപോണിക്സ് കർഷകൻ എന്നിവരെ ആദരിച്ചു. ബിജു പൗലോസ് നന്ദിയും പറഞ്ഞു. നമ്മൾ ആദരിക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ ഒരു രാജ്യത്തിന് കിട്ടപ്പെടേണ്ട അർഹതപ്പെട്ട സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയപ്പെടുന്ന അതിനനുഭവിക്കുന്ന ഒരു ജനതയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. 78ാമത് സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമായി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നേരെ വെല്ലുവിളി വരുന്നുണ്ട് എന്ന് ഞാൻ പറയാതെ പുറത്തുനിന്നാണെങ്കിൽ പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് നമ്മളെ സഹായിക്കാവുന്ന മറ്റ് ചില രാജ്യങ്ങൾ പാകിസ്ഥാനിലെ പുറത്തു നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അകത്ത് തന്നെ വർഗീയ വിഘടനവാദികളും തീവ്രവാദികളും അവരെ സഹായിക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അടങ്ങുന്ന ഒരു രീതിയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. 58 വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് അകത്തു നിന്നും പുറത്തു നിന്നും അതിൽ കൂടുതലായി ഭീഷണിയുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൊട്ടടുത്താണ് നമ്മുടെ പാകിസ്ഥാനിലെ നമ്മുടെ രാജ്യത്തിന് നേതാക്കളുണ്ടായി. ശക്തമായി നമ്മൾ തിരിച്ചറിഞ്ഞാൽ പോലും ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെയും നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെയും ഓരോ ദിവസവും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് കിട്ടിയ ഈ സ്വാതന്ത്ര്യം 140 കോടി ജനങ്ങളെ ഈറ്റിക്കൊടിയ ഒരു നഗര പ്രസ്ഥാനത്തിന് പിന്തുണക്കാനാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നമുക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മൾ സഹായിച്ചവരാണ്. അവരാണ് ഇതിൻ്റെ പുറകിലുള്ളത്, അവരാണ് ഇതിന് മുന്നേക്കുള്ളത്. അതുകൊണ്ട് അവരൊക്കെ നയിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ കയ്യിലൊതുക്കി നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഈ സ്വാതന്ത്ര്യ പരിപാടിയിൽ പങ്കെടുത്ത് അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ CR സുനിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സന്ദേശം നൽകുന്ന നമ്മുടെ എല്ലാമായ CP മാസ്റ്റർ, സ്വാതന്ത്ര്യ സന്ദേശം നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ജോസഫ് പനക്കൽ, ഈ വേദിയിൽ വെച്ച് നമ്മുടെ പ്രദേശത്തെ മികച്ച രീതിയിലുള്ള സമ്മാനങ്ങളായിട്ടുള്ള വിവിധ ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഒറ്റക്കൊറ്റക്കാരല്ല എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സൈനികരായിരിക്കുന്ന സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പ്രിയദർശിനി കൾച്ചർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി ഇവിടെ നടത്തിവരുന്ന ഏകദേശം 10-40 വർഷങ്ങളായി ഈ ഡിസ്പെൻസറി ഷോപ്പിൽ നടത്തിവരുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം ഈ വർഷവും പൂർവാധികം ഭംഗിയായി ഞങ്ങൾ കൊണ്ടാടുകയാണ്. 78 വർഷങ്ങൾക്ക് സ്വതന്ത്ര ഭാരതം 79ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മഹത്തായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി
ബഹുമാനായ MJ ടോമി അവരുടെ ക്ഷണിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സിദ്ധി മാഷ് അവരുടെ സ്വാഗതം കാലമായി ലോകോത്തര രാജ്യമായി അറിയപ്പെടുന്ന ഈ ഭാരതം, ആർഷ സംസ്കാരത്തിന്റെ ഇറ്റില്ലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതം പ്രാചീന കാലം മുതൽ തന്നെ ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഈ നാട് വിദേശികൾ കൈയടക്കി കളഞ്ഞു. അവർ വന്ന് ഇവിടുത്തെ രാജാക്കന്മാരുടെ തമ്മിലടിയും ജനങ്ങളുടെ അന്തഃഛിദ്രതയും കൊണ്ട് വിദേശികൾ വന്ന് നമ്മുടെ നാട് കീഴടക്കി. പിന്നെ നമ്മൾ ചങ്ങലയിൽ കിടന്ന് കളിക്കുന്ന നായ്ക്കളെ പോലെയായി മാറി. അവരുടെ ചങ്ങലയിൽ കിടന്ന് അവർ പറയുന്ന രീതിയിൽ തുള്ളിക്കളിക്കുന്ന കുരങ്ങാട്ടികളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു രംഗമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഒരു സ്വാതന്ത്ര്യമില്ല, വായു തുറന്ന് സംസാരിക്കാൻ അധികാരമില്ലാത്ത ഒരു കാലം. അപ്പൊ അത് കുറെ കാലം നമ്മൾ സഹിച്ചു. ആ അടിമത്വം കുറെ കാലം നമ്മൾ അങ്ങനെ സഹിച്ചു. പക്ഷേ അങ്ങനെ ജീവിച്ചിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ തീരൂ എന്ന് ദേശാഭിമാനികളായ അന്നത്തെ ചെറുപ്പക്കാരും സ്വാതന്ത്ര്യ ചിന്തകന്മാരുമെല്ലാം വളരെ ആഴത്തിൽ തന്നെ ചിന്തിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ചെറിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സൂററ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോ അത് നയിച്ചിരുന്നത് ഒരു ധീര വനിതയാണ്, ഝാൻസി റാണി. ഝാൻസി റാണിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടു പോയി. തോക്കും പീരങ്കിയും ഒക്കെ ഉപയോഗിച്ച് അടിച്ചമർത്തി കളഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും തളർന്നില്ല. ഓരോ ദിവസവും സ്വാതന്ത്ര്യ സമര സേനാനികൾ കുതിക്കുകയും അവരിൽ പലരും വെടിയേറ്റ് വീഴുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള നമ്മുടെ കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ വരും. 1919 ജാലിയൻ വാലാബാഗ്, പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാരുടെ കിരാതഭരണത്തിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അതിന്റെ നിയമങ്ങൾക്ക് എതിരെ പ്രമേയം പാസാക്കുന്നതിന് വേണ്ടി 3 വശത്തും കടകളാണ്. ഒരു കവാടം മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരു യോഗം, അനേകായിരം ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു യോഗം നടക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആവേശം കൊണ്ട് ധാരാളം ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിരുന്നു. ആ സമയത്ത് അവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജനറൽ ഡയർ എന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു പട്ടാള വണ്ടി അവിടെ വന്ന് നിന്നത്. അത് നിറയെ പീരങ്കികളായിരുന്നു, തോക്കുകളായിരുന്നു, ബയലറ്റുകളായിരുന്നു. അതെല്ലാം ധരിച്ച ആളുകൾ ചാടിയിറങ്ങി ഒരറിയിപ്പും കൂടാതെ ഈ ഇരിക്കുന്ന അവിടെ പ്രതിഷേധിക്കാൻ വേണ്ടി കൂടിയ ഭാരത മക്കളുടെ നേരെ നിറയൊഴിച്ചു. ആയിരക്കണക്കായ നമ്മളെ പോലുള്ള ആളുകളാണ് ഈയാമ്പാറ്റകളെ പോലെ ആ മണ്ണിൽ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് പിടഞ്ഞു വീഴും മരിച്ചത്. അതോടെ ആകെ ഒരു തീപ്പൊരി വീണ് ചിതറിയ ഒരു അനുഭവമായിരുന്നു. നിരവധി പേര് മരിച്ചു. പക്ഷേ ആ മണ്ണിൽ നിന്ന്, അവരുടെ രക്തക്കറകളുടെ മണ്ണിൽ നിന്ന് ആ മണ്ണ് വാരിയെടുത്തുകൊണ്ട് ചിലർ നെഞ്ചോട് ചേർത്ത് പ്രതിജ്ഞ ചെയ്തു, ഞങ്ങൾ ഇതിന് പ്രതികാരം ചോദിക്കും. ആ കൂട്ടത്തിൽ അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു. ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞ ഒരു വീരയോദ്ധാവ് ഉണ്ടായിരുന്നു. ഉദ്ധം സിംഗ് അന്ന് കണ്ട കാഴ്ചയാണ്. അമ്മാവന്മാരും വീട്ടുകാരും അയൽപക്കക്കാരും എല്ലാം വെടിയേറ്റ് മരിച്ചു കിടക്കുന്നത് നേരിട്ട് കണ്ട ആ ഉദ്ധം സിംഗ് ആ സമയത്ത് ഒരു പ്രതിജ്ഞ ചെയ്തു. എന്താണെന്നറിയാമോ? ഈ സായിപ്പ് ചെയ്ത ഈ അപരാധത്തിന് ഞാൻ പ്രതികാരം വീട്ടും. അത് ചെറുപ്പക്കാരനായിരുന്നു, ശേഷിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതിന് ഞാൻ പ്രതികാരം ഓർക്കും. 1919 ജാലിയൻ വാലാബാഗിൽ സംഭവം ഉണ്ടായത്. അതിനുശേഷം 1940 ഈ സായിപ്പ് ഇവിടുന്നൊക്കെ പോയി ലണ്ടനിൽ അധികാരത്തിൽ
നമ്മുടെ ഉദ്ധം സിംഗ് അവിടെ എത്തി ലണ്ടനിലെത്തി. അദ്ദേഹത്തിന്റെ ഉന്നം, ഉദ്ധം സിംഗിന്റെ ഉന്നം സായിപ്പ് മാത്രമായിരുന്നു. എന്റെ സഹോദരങ്ങളെ വെടിവെച്ചു വന്ന ഈ സായിപ്പിനെ ഞാൻ നിഷ്കരണം കൊല്ലുമെന്നാണ് ആ ജാലിയൻവാലാബാഗിൽ വെച്ച് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റാനാണ് 20 വർഷത്തിന് ശേഷം ഉദ്ധം സിംഗ് അവിടെ എത്തി. അവിടെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് പുറത്തേക്കിറങ്ങിയ ആളെ തടഞ്ഞു നിർത്തി നിറയൊഴിച്ച് കൊന്നു. വാക്ക് പാലിച്ചു. ഭാരത മക്കളോടുള്ള ആ പ്രതികാരത്തിന്റെ കറ അവിടെ വെച്ച് ഉദ്ധം സിംഗ് തീർക്കുക. ഇങ്ങനെ എത്രയോ കഥകളാണ്, ധീരദേശാഭിമാനികളുടെ കഥയാണ് നമുക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് അസംബ്ലിയെ പിടിച്ചു കുടിക്കുക ഭഗത് സിംഗ് ഒന്നും പേടിച്ചിട്ടല്ല, ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് വന്നത്. ഭാരതാംബയ്ക്ക് വേണ്ടി, എന്റെ ഭാരതത്തിന് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കൊല്ലും മരിക്കും എന്നൊക്കെ ബോധ്യമുണ്ടായിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് അസംബ്ലിയിൽ കയറി അസംബ്ലി നടക്കുന്ന സമയത്ത് ബോംബ് വെച്ച് അവരെ നടുക്കുകയും പലരെയും കൊല ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷ് ശിക്ഷ എന്തായിരുന്നു? തൂക്കുമരത്തിലേക്ക് തീരുമാനിച്ചു. ആ തൂക്കുമരത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ എന്ന് വിളിച്ചത് ആ മുദ്രാവാക്യം തന്നെയായിരുന്നു. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യമാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുമ്പോ നീണ്ടുപോകും നിരവധി ദേശാഭിമാനത്തിന്റെ കഥകൾ നമുക്ക് പറയാനുണ്ട്. അങ്ങനെ അനേകം പേരുടെ ജീവൻ ബലി കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമുക്കറിയാം. ഈ 47ന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യം കൊണ്ടാടാൻ വേണ്ടി നമ്മുടെ എറണാകുളത്തെ മഹാരാജാസ് കോളേജ്, എറണാകുളം നമ്മുടെ മഹാരാജീയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോഴും അറിയപ്പെടുന്ന നമ്മുടെ ശ്രേഷ്ഠമായിട്ടുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന കലാലയം, ആ കലാലയത്തിൽ അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉയർന്നു നിന്നിരുന്നത് കൊച്ചി മഹാരാജാവിന്റെ കൊടിയായിരുന്നു. കൊച്ചി മഹാരാജാവിന്റെ കൊടി. അപ്പോ കുട്ടികളുടെ ഇടയിലും സ്വാതന്ത്ര്യ ആവേശമുള്ളവരുണ്ടായിരുന്നു. അവരെ പതാക ഉയർത്താൻ വന്നപ്പോൾ അവിടെ രാജാവിന്റെ കൊടിയാണ് പാറി കളിക്കുന്നത്. ഈ രാജാവിന്റെ കൊടി താഴേക്കിറക്കിയിട്ട് ദേശീയ പതാക, ഭാരതത്തിന്റെ ദേശീയ പതാക ഞങ്ങൾ ഉയർത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് കുറെ ചെറുപ്പക്കാർ, അമ്പാടി വിശ്വം, അതേപോലുള്ള നമ്മുടെ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സഹോദരൻ വൈലോപ്പിള്ളി വേലായുധൻ നായർ, ഇങ്ങനെ കുറെ ആളുകളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ നാട്ടുകാരനുണ്ടായിരുന്നു. അന്ന് ഇന്റർമീഡിയറ്റിൽ പഠിക്കുന്ന KK സത്യവ്രതൻ എന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ഇന്റർമീഡിയറ്റിൽ പഠിക്കുകയായിരുന്നു. അപ്പൊ അത് കുറെ പേര് ഒരുമിച്ച് കൂടിയിട്ട് എന്താണ് അവിടെ വന്നപ്പോ അവരെ തടയാൻ പ്രിൻസിപ്പളും കുട്ടികളൊക്കെ വന്നു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസമാണ്, ഇന്ന് ഞങ്ങളുടെ പതാകയാണ് ഇവിടെ പാതി കളിക്കേണ്ടത്, അതുകൊണ്ട് രാജാവിന്റെ പതാക അവിടെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. രാജാവിന്റെ പതാക നീക്കം ചെയ്യില്ല, ദേശീയ പതാക അതോടൊപ്പം ഉയർത്താം. പറ്റില്ല. രാജഭരണമൊക്കെ ഇന്ന് തീരുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൊടി മാത്രം, ഭാരതത്തിന്റെ കൊടി മാത്രം മതി, അത് മാത്രം ഞങ്ങൾ ഉയർത്തും എന്ന് പറഞ്ഞപ്പോ പോലീസ് തോക്കും കേട്ട് ചുറ്റും ഈ കുട്ടികളുടെ, ഈ ചെറുപ്പക്കാരുടെ ചുറ്റും പോലീസ് നിരന്നപ്പോ അതിലൊരാൾ നേരെ ഇതിൽ കയറിയിട്ട് രാജാവിന്റെ കൊടി, പാതി കളിച്ചിരുന്ന രാജാവിന്റെ കൊടി വെട്ടി താഴെയിട്ടു. ആ കൊടി എന്ന് പറഞ്ഞ് താഴെ വീണു. അവിടെ നിന്ന് രാജാവിന്റെ കങ്കാണികളെല്ലാം നടുങ്ങിപ്പോയി. രാജാവിന്റെ ചട്ടമ്പികൾ വന്ന് ഈ ചെറുപ്പക്കാരെ ആക്രമിച്ചു. എങ്കിലും അവർ ധീരരായി അചഞ്ചലരായി നിന്നുകൊണ്ട് ആ പതാക ഉയർത്തി. അങ്ങനെ നിരവധി പോരാളികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി. ഗണ്ഡിക്കടപ്പുറത്ത് 1930 നടന്ന ഉപ്പു സത്യാഗ്രഹം, വെറുതെ കൃഷകാത്രനായ ഒരു പാവം മനുഷ്യൻ. ഇപ്പൊ എല്ലാവരും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് ദക്ഷിണയായിട്ട് വെടിവെച്ച് വന്ന ആ ധീരനായ ഒരാളുണ്ടല്ലോ നമുക്ക് ഇക്കാലത്തും. അതിനപ്പുറം ഒരാള് ഇന്ത്യയിൽ ജനിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത്ര കിച്ചോലനായ ആളായിരുന്നു, ലോകം കണ്ടിട്ടുള്ള പ്രതിഭാശാലിയായ യുഗപുരുഷനായിരുന്നു ഗാന്ധിജി. ആ ഗാന്ധിജി ഡൽഹി കടൽപ്പുറത്തേക്ക് നടന്നു പോയത് അനേകം കിലോമീറ്ററുകളിൽ നിന്ന് താണ്ടി
പോയത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾക്കെല്ലാം കാലിൽ ചെരുപ്പുണ്ട്, ഷൂ ഉണ്ട്, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആ കൃഷകാതനായ എല്ലത്തോലും മാത്രമുള്ള ആ മനുഷ്യൻ എന്താണ് ചെയ്തത്? വെറുതെ ഒരു വടി മാത്രം ഊന്നിക്കൊണ്ട് അനേകം കിലോമീറ്ററുകൾ ഇങ്ങനെ നടന്നു വഴിയിലൂടെ, ഈ ദേവനുള്ള വഴിയൊന്നും അല്ലെന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ അവിടേക്ക് നടന്നു. എന്തിനാണ്? ഒരു പിടി ഉപ്പ് വാരിയെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണ് പോയത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കാൻ വെള്ളി കടപ്പുറത്ത് ഉണ്ടാക്കിയ ആ ഉപ്പ് കുറുക്കിയ എടുത്ത് ഞാൻ അത് ഉയർത്തിപ്പിടിക്കും എന്ന് ചെയ്തുകൊണ്ട് 78 സന്നദ്ധ ഭടന്മാരോടുകൂടിയാണ് പോയത്. 7 പേരും നമ്മുടെ കേരളീയരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ആളുകളൊക്കെ അതിന് കണക്കൂട്ടിയത് എന്താണെന്നറിയാമോ? ഈ വയസ്സൻ, ഈ ചെരുപ്പിടാത്ത വയസ്സൻ, ഈ എല്ലത്തോലുമായ വയസ്സൻ എവിടെയെങ്കിലും വീഴും, സംശയമില്ല. അയാൾ വീണ് കിടക്കുമ്പോ നമുക്ക് കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോകണം. അതിനുവേണ്ടി പലയിടത്തും പല കവലകളിലും കുതിരകളെ ഒരുക്കി നിർത്തിയിരുന്നുവെന്നാണ് സത്യം. മഹാത്മജി എങ്ങും വീണില്ല, എങ്ങും വീണില്ല. ധീരനായി അചഞ്ചലനായി മുന്നോട്ട് നടന്ന് ആ കുഞ്ഞു വടിയുമായിട്ട് നടന്ന് വെള്ളി കടൽപ്പുറത്തെത്തി ഉപ്പുകുലുക്കി ആ ഉപ്പെടുത്ത് ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കി. ലോകം ചിന്തിക്കാൻ മഹത്തായ സംഭവമായിരുന്നു ഇത്. ഇതുപോലെ എത്രയോ സംഭവം ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഒരേ ലക്ഷ്യമായിരുന്നു, നമുക്ക് സ്വാതന്ത്ര്യം നേടി തരണം. എല്ലാവരും കൂടി നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നു. എന്ത് പറ്റി? സ്വാതന്ത്ര്യം കൊണ്ട് സ്വാതന്ത്ര്യം അഴിഞ്ഞാടുകയാണ്. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നത് വലിയ അഴിഞ്ഞാട്ടമാണ്. ആരെയും വെടിവെച്ച് പണ്ട് ബ്രിട്ടീഷ് സായിപ്പാണ് വെടിവെച്ച് കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ നമ്മുടെ ഭരണാധികാരികൾ തന്നെ നമ്മുടെ ആളുകളെ, ഓരോ അവകാശം ചോദിക്കുന്നവരെയും മാന്യതയ്ക്ക് വേണ്ടി പോരാടുന്നവരെയും വെടിവെച്ച് കൊല്ലുന്ന ഒരു കാലമാണ്. ഈ അടുത്ത് പല സംസ്ഥാനങ്ങളിലും മതത്തിന്റെ പേരിലും ആളുകൾ ആക്രമിക്കപ്പെടുന്നത് നമുക്കറിയാം. ഇതെല്ലാവരുടെയും രാജ്യമാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം, നാമല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മളെ ഇവിടെ എത്രയോ ജാതി മതക്കാരുണ്ട്. അവരെല്ലാം തമ്മിൽ ഒരുമയോടെ ജീവിച്ചു കഴിയുന്ന മഹത്തായ ഒരു പാരമ്പര്യമുള്ള നാടാണ്. അത് വെറുതെ ഒരു നാടല്ല, ആരുടെയെങ്കിലും ഇങ്ങനെ അട്ടിപ്പറായിട്ട് കിട്ടിയ ഒരു നാടല്ല, എല്ലാവരുടെയും നാടാണ്. വർഷങ്ങളായി ഇവിടെ നടത്തിവരുന്നതാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി. അത് മുടക്കം വരാതെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി, പങ്കാളിത്തത്തോടുകൂടി ഏറ്റവും ഭംഗിയായി ഈ പരിപാടിയുടെ എല്ലാ വർഷവും നടത്തപ്പെടും. ഓരോ വർഷവും സ്വാതന്ത്ര്യം നമ്മളെ കടന്നു പോകുമ്പോൾ ആ വർഷം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഭീഷണികളുണ്ട്. അടുത്ത വർഷം ഇതിനേക്കാൾ 2026 വരുമ്പോ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഇന്ത്യ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന 140 കോടി ജനങ്ങൾ, അവരിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ഏത് ഭീഷണിയും നേരിടാനുള്ള ധൈര്യം നമ്മൾ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സ്വാതന്ത്ര്യ ദിനാഘോഷവും നമ്മുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തോടുള്ള സ്നേഹം, അതുവെച്ചാൽ രാജ്യത്തോടുള്ള സ്നേഹം. ആ രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ രാജ്യത്തിനെതിരായി ചിന്തിക്കുന്ന ശക്തികൾ, രാജ്യത്തിന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്യുന്ന ശക്തികൾ, രാജ്യത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ശക്തികൾ, ആ ശക്തികൾക്കെതിരാണെന്ന്, ആ ശക്തികളെ ഒരു കാരണവശാലും വെച്ചുപൊളിപ്പിക്കില്ല എന്നാണ് നമ്മൾ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ എടുക്കുന്ന കൂട്ടപ്രതിജ്ഞ. അത് പാകിസ്ഥാനാകട്ടെ, ഇന്ത്യക്കകത്ത് മതേതരത്വത്തിന് ഭീഷണി ഉയർത്തുന്ന ശക്തികളാവട്ടെ, ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാകട്ടെ, അത് വർഗീയവാദികളാകാം, അത് തീവ്രവാദികളാകാം, ഏത് വാദികളെയും നമ്മൾ ചെറുത്ത് തോൽപ്പിക്കും. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാകണം. അതാണല്ലോ രാജ്യം കടന്നുപോയത്. നമ്മുടെ പിതാമഹന്മാർ അവർ ജീവിച്ചിരുന്ന ജീവിത രീതികളല്ല ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. 30 കോടി ജനങ്ങളിൽ നിന്നും പ്രയാണം ആരംഭിച്ചതാണ് രാജ്യം.
140 കോടിയിലപ്പുറം എത്തി നിൽക്കുകയാണ്. ഈ സെൻസസ് കഴിയുമ്പോൾ ജനസംഖ്യയുടെ കൃത്യമായ കണക്കറിയാം. ആ കണക്ക് വെച്ച് നോക്കിയാൽ ലോകത്തെ ജനസംഖ്യയുടെ 1ാം സ്ഥാനത്തെത്തുന്ന രാജ്യം. ആ രാജ്യത്ത് കയറിക്കിടക്കാൻ ഇടമില്ലാത്തവരായിരുന്നു ഭൂരിപക്ഷവും. അവർക്ക് കയറിക്കിടക്കാൻ ഇടമുണ്ടാക്കി. കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരായിരുന്നു ഭൂരിപക്ഷം. അവർക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ടാക്കി എന്ന് മാത്രമല്ല, ഭക്ഷ്യോത്പാദന രംഗത്ത് ലോകത്തിന്റെ വിശപ്പകറ്റാൻ ഇന്ത്യ പ്രാപ്തമാക്കി എന്നാണ് സത്യം. ഇന്ന് നമ്മുടെ രാജ്യം നമുക്കറിയാം, ലോകത്തെവിടെ ഇന്ന് കഷ്ടപ്പാടുണ്ടായാലും അവിടെ ഓടിയെത്താൻ പാകപ്പെട്ടു നമ്മുടെ രാജ്യം. എങ്ങനെ സംഭവിച്ചു? അവിടെയാണ് രാഷ്ട്രീയ സൃഷ്ടികളെന്ന് നോക്കുന്നത്. പണ്ട് ജവഹർലാൽ നെഹ്റു അന്ന് 47 ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി ലോകം ഉറങ്ങുകയാണ്. അപ്പോഴാണ് ഇന്ത്യ ഉണർന്നിരിക്കുകയാണ്. ചെങ്കോട്ടയിൽ ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയത്തിന്റെ മനസാക്ഷിയുടെ ഹൃദയം ദേശീയപതാക ഉയർത്തിക്കൊണ്ട് പണ്ഡിറ്റ് പ്രസംഗിച്ച പ്രസംഗം. ആ പ്രസംഗമാണ് 30 കോടി ജനങ്ങളിൽ നിന്നും രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഏത് ഭീഷണികളെയും ഏത് ശക്തികളെയും നമ്മൾ നേരിടും. വിവിധങ്ങളായ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു നിന്നിരുന്ന ഇന്ത്യ ഒറ്റ കൊടുക്കയിൽ കൊണ്ടുവന്നു പണ്ഡിറ്റ് സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? 1948 ജനുവരി 30 വന്നപ്പോ മഹാത്മാഗാന്ധി ലോകത്ത് ജനിച്ചു വീണ ഏറ്റവും മഹാനായ നേതാവ്, അദ്ദേഹത്തെ വെടിവെച്ചു കൊന്ന വർഗീയവാദികൾ അവർ ധരിച്ചത് രാജ്യം ചിഹ്നഭിന്നമാണ്. വർഗീയ ശക്തികൾ കഴിഞ്ഞാൽ രാജ്യത്ത് അവസരമുണ്ടാകും. ഗാന്ധിജിയാണ് തടസ്സം. അതുകൊണ്ട് ഗാന്ധിജിയെ വധിച്ചവർ ധരിച്ചതാണ്. പക്ഷേ ദരിദ്ര നാരായണന്മാർ ഇന്ത്യൻ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. ഞങ്ങൾ വർഗീയവാദികളൊപ്പമല്ല. ഗാന്ധിജി ഈ രാജ്യത്തെ സ്വപ്നങ്ങളുടെ നിലനിർത്തം. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. പ്രിയപ്പെട്ടവരെ, ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം നമ്മൾ കാണും ഇന്ദിരാഗാന്ധിയെ. ആരുണ്ട് ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ധീരയായ രാഷ്ട്രമാതാവിന്റെ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ? ഇന്ദിരാഗാന്ധി മരിച്ചു വീണത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തത് തകർക്കുമ്പോഴാണ്. സുവർണ ക്ഷേത്രം ആയുധപ്പുരിയാക്കി മാറ്റി രാജ്യത്തിന്റെ വെടിമാറിലേക്ക് ബിന്ദ്രംബാരി സംഘവും വെടിയുതിർത്തപ്പോ സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു. സമ്മതിച്ചില്ല. അവിടെ ഇന്ത്യൻ പട്ടാളം കടന്നു ചെന്ന് ബിന്ദ്രംബാരി തകർത്തപ്പോ അത് രക്ഷപ്പെട്ടവരാണ്. ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നാൽ രാജ്യത്ത് ഞങ്ങളുടെ വിഘടനവാദം നടക്കില്ല. ഒരു ഖാലിസ്ഥാൻ രാജ്യത്തുണ്ടാക്കാൻ കഴിയില്ലെന്ന് ധരിച്ചു വശവരായാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചുകൊണ്ട് ലോകത്തെ നീരിപ്പുകയുന്ന തമിഴ് വംശത്തെ രക്ഷിക്കാൻ ഇന്ത്യ ശ്രമിച്ചപ്പോഴാണ് പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി, ലോകത്തെ ഏറ്റവും സുന്ദരമായ മുഖം രാജീവ് ഗാന്ധി മരിച്ചു വീണത്. ആ പ്രയാണം തുടരുകയാണ്. ഈ രാജ്യം എവിടെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു, എവിടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, എവിടെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നു, അവിടെ മതേതരത്വത്തിന്റെ കൂടെ ജനാധിപത്യത്തിന്റെ കൂടെ രാജ്യത്തിന്റെ പൈതൃകത്തിലെ കൂടെ രാഹുൽ ഗാന്ധി ഉണ്ടെന്ന്. അങ്ങനെ ദേശീയ തലത്തിൽ ഏത് ശക്തികളെ ആ ശക്തികൾ രാജ്യത്തിനെതിരെ ചിന്തിച്ചാൽ ആ ചിന്തകളെ മുള്ളിക്കായാൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ. ആ പ്രതിജ്ഞയുമായി നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയദർശിനി കൾച്ചർ ഫോറം സംഘടിപ്പിച്ച ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾ നേരുന്നു. നല്ല ഭാരതം, നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. ജയ് ഹിന്ദ്. എന്തുകൊണ്ടാണ് ഇത്രയേറെ ആവേശത്തോടും വികാരഭരിതമായി ഈ ദിനം ആഘോഷിക്കപ്പെടുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് അനേക നൂറ്റാണ്ടുകളിൽ അടിമത്തം അനുഭവിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് നമുക്കറിയാം. ആ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഇവിടെ ഇന്ത്യ ശിഥിലമായ ഒരു രാജ്യമായിരുന്നു എന്ന് നമുക്കറിയാം. 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ അധിവസിക്കുന്ന അനേകം രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെയും കീഴിൽ ശിഥിലമായി നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തിന് ഒരു രാജ്യമെന്ന നിലയിലുള്ള കെട്ടുറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കേരളത്തിന്റെ ഏതാണ്ട് 1.5 ഇരട്ടി മാത്രം, അതായത് കേരളത്തിന്റെ ഒരു പകുതി കൂടി വലിപ്പമുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്, ബ്രിട്ടീഷ് രാജ്യം
അതിന് സാമ്രാജ്യം എന്ന് പറയുന്നു. അതിന്റെ വലിപ്പം കേരളത്തിന്റെ 1.5 ഇരട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ബ്രിട്ടീഷ് രാജ്യം ഈ ഇന്ത്യ മഹാസാമ്രാജ്യത്തെ ഭരിക്കാൻ ഇടയായത് ഇന്ത്യയിലെ ശിഥിലമായ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളുണ്ടായിരുന്നു. അതായത് അനേകം ജാതികളായി പരസ്പരം തൊട്ടുകൂടാത്തവരായി തീണ്ടിക്കൂടാത്തവരായി വിധിക്കപ്പെട്ട ജാതീയമായി വിഭജിക്കപ്പെട്ട പരസ്പരം തൊടാനോ സംസാരിക്കാനോ അവകാശമില്ലാത്തവരായി ശിഥിലമായി നിന്നിരുന്ന ഒരു രാഷ്ട്രം. അത്തരം ഒരു രാഷ്ട്രത്തെ കുറച്ചു പേർക്ക് ആക്രമിച്ച് കീഴടക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്തരം ഒരു വലിയ പരാജയപ്പെട്ട ചരിത്രത്തിന്റെ വഴിയിലൂടെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യവും അതിനു മുൻപ് മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളും ഒക്കെ ഇന്ത്യയെ കീഴടക്കിയത്. ഏതാണ്ട് 400 കാലത്തോളം ബ്രിട്ടീഷുകാർ പാശ്ചാത്യം, അതായത് ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും നമ്മെ ഭരിക്കുകയുണ്ടായി. 200 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് ഇന്ത്യ പാപ്പരാവുകയാണുണ്ടായത്. അവരുടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഇവിടെ വന്ന് രാജ്യം ഭരിക്കുക നമ്മുടെ രാജ്യം നന്നാക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങളെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നില്ല. മറിച്ച് ഇന്ത്യയെ ചൂഷണം ചെയ്ത് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനും കൈയടക്കി അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനും അവരുടെ രാജ്യത്തിന്റെ പുരോഗതി കൈവരിക്കാനും വേണ്ടിയായിരുന്നു. ബ്രിട്ടൻ വാസ്തവത്തിന് വളരെ ദരിദ്രമായ ഒരു രാജ്യമായിരുന്നു. ആ രാജ്യം സമ്പന്നമായത് ഇന്ത്യയെ കൊണ്ട്. അടുത്തതായിട്ട് സ്നേഹത്തിന്റെ ചേട്ടന്മാർക്ക് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. പാട്ട് അവതരിപ്പിച്ചു. നമുക്ക് നേരത്തെ ഒരു മോനിഷൻ ഉണ്ടായിരുന്നു. വെല്ലിനോടൊപ്പം നായികയായി സിനിമകളിലെല്ലാം തിളങ്ങിയിരുന്ന ഒരു മോനിഷ. ഇത് നമ്മുടെ നാടൻ പാട്ട് രംഗത്തെ പുതിയ താരമായി ഉദിച്ചു വരുന്ന മോനിഷ. പ്രാർത്ഥിക്കുന്നു. ചരിത്രശക്തനായ മുരളിയുടെ മകൾ കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും നമുക്ക് നല്ലൊരു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ സിറ്റി പള്ളിപ്പുറം സാറിന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. രണ്ടാമത് നമ്മുടെ ഈ യോഗത്തില് മുഖ്യ പ്രദർശനം നമ്മുടെ പതാക ഉയർത്തുകയും ചെയ്ത ശ്രീ എം ജെ ടോബി അവർക്ക് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇവിടെ സംസാരിച്ച ശ്രീ ജോസഫ് പണിക്കൽ മാഷിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്.
ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രതിഭകൾക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്. അവസാനമായി ഈ പരിപാടി ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മളോട് സഹകരിച്ച ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഇവിടുത്തെ കടകളിലെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.